ശബരിമല ശ്രീകോവിലിന് മുമ്പിലുള്ള ദ്വാരപാലകരുടെ ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചു. ഇന്നലെ രാത്രിയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണ്ണപ്പാളികൾ തിരികെ സന്നിധാനത്തെത്തിച്ചത്. നേരത്തെ സ്വർണ്ണപ്പാളികൾ കോടതിയുടെ അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു. ചിങ്ങമാസ പൂജകൾക്ക് ശേഷമാണ് ദ്വാരപാലകരുടെ ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ദേവസ്വം ബോർഡ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. കോടതിയുടെയോ ദേവസ്വം ബെഞ്ചിന്റെയോ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെയോ അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടുകയും ചെയ്തു. 2019 സ്ഥാപിച്ച സ്വർണ്ണപ്പാളികളുടെ തൂക്കത്തിൽ കുറവുണ്ടായതായാണ് ദേവസ്വം ബോർഡിന്റെ രേഖകളിൽ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച് കോടതി വിജിലൻസ് അന്വേഷണത്തിനും ഉത്തരവിട്ടിരുന്നു. ഇതിനിടയിലാണ് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി സന്നിധാനത്ത് തിരികെ എത്തിച്ചത്. സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണ്ണപ്പാളികൾ നിർദ്ദേശപ്രകാരം കലശം ഉൾപ്പെടെയുള്ള പൂജകൾ നടത്തി കോടതിയുടെ അനുവാദത്തോടെ പുനഃസ്ഥാപിക്കാനാണ് നീക്കം. ന്യൂസ് 18 പത്തനംതിട്ട. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ സംസ്ഥാന വ്യാപക പ്രതിഷേധ ജാഥയുമായി കത്തോലിക്ക കോൺഗ്രസ്. ന്യൂനപക്ഷങ്ങളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ നിയോഗിച്ച ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധയാത്ര. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ബിഷപ്പുമാരെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കാനാണ് കത്തോലിക്ക സഭയുടെ പുതിയ നീക്കം. സർക്കാർ ഉചിതമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കുമെന്ന മുന്നറിയിപ്പാണ് കത്തോലിക്ക സഭ നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള തീയതികൾ നിശ്ചയിച്ചുകൊണ്ടാണ് 10 ദിവസത്തെ സംസ്ഥാന ജാഥയ്ക്ക് പ്രക്ഷോഭ ജാഥയ്ക്ക് കത്തോലിക്ക കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് കത്തോലിക്ക സഭ ഒന്നടങ്കം ഏതാണ്ട് തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. സഭാ ബിഷപ്പുമാരെല്ലാം പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഒക്ടോബർ 24-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചും തീരുമാനിച്ചിട്ടുണ്ട്. ചൂണ്ടിക്കാട്ടുന്നത് ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അടക്കം നടപ്പാക്കണം എന്നതടക്കമുള്ള വിഷയങ്ങളാണ്. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം തന്നെ സർക്കാർ ഈ അടുത്ത് സഭകൾക്ക് അനുകൂലമായി എടുത്ത നിലപാടുകൾ, ഭൂപതിവ് ചട്ട ഭേദഗതി, ഈ വന്യജീവികളെ, അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാൻ ഉള്ള ബില്ല്, ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫലത്തിൽ സർക്കാർ കേരള കോൺഗ്രസ് എമ്മിന് അനുകൂലമായി അടക്കം ചെയ്യുമ്പോഴും കത്തോലിക്ക സഭ അതിനെ പോസിറ്റീവായി കാണുന്നില്ല എന്നുള്ളതാണ് ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവിയിൽ വ്യക്തമാക്കിയത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ്: ഇപ്പോഴല്ല ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത്, ഫലത്തിൽ ഇതിനെ സംശയത്തോടെയാണ് കത്തോലിക്ക കോൺഗ്രസ് കാണുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം. എത്രയോ കാലഘട്ടമായിട്ട് ആവശ്യപ്പെട്ടിട്ടും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പിൽ ഇത് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊരു പ്രതീതി വളർത്തുന്ന ഒരു രീതിയായിട്ടാണ് ഞാൻ. കണ്ണിൽ പൊടിയിടാനുള്ള രീതിയാണോ അല്ലയോ എന്ന് അവർ പ്രവർത്തിച്ച് കാണിക്കട്ടെ. ഉദാഹരണത്തിന് വന്യജീവി ആക്രമണത്തിന്റെ വിഷയം വരുമ്പോൾ ഇവിടുത്തെ ഈ കാട്ടുപന്നികളുടെ വിഷയം എടുക്കാം. ഈ വനം വന്യജീവി വകുപ്പ് മന്ത്രി തന്നെ ഞങ്ങളെയൊക്കെ അധിക്ഷേപിച്ചതാണ്. കാട്ടുപന്നിയുടെ ഇറച്ചി തിന്നാൻ വേണ്ടിയാണ് അവരൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മുൻപ് നൽകുന്ന മാത്രം സർക്കാരിനെതിരെ വലിയൊരു പ്രചാരണ വിഷയവുമായി കത്തോലിക്ക കോൺഗ്രസും ബിഷപ്പുമാരും ഒക്കെ കളത്തിലിറങ്ങുന്നു എന്നുള്ളതാണ്. ഒരു വശത്ത് അയ്യപ്പ സംഗമം മൂലം ഉണ്ടാകുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും, ഇപ്പുറത്ത് കത്തോലിക്ക സഭ ഒന്നാകെ ഒരു പരിധിവരെ സർക്കാരിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം. ഇതെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് വേണം സംസ്ഥാനത്ത് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരിക എന്നതാണ് ഇതിൽ എടുത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വിവിധ വിഷയങ്ങളിൽ രാഷ്ട്രീയം ചൂടുപിടിക്കുന്നു. സഭ ഉൾപ്പെടെയുള്ളവ, കത്തോലിക്ക സഭ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഫലത്തിൽ ഈ നിലയിലാണെങ്കിലും ഇറങ്ങുന്നു എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18.